സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണത്തിൽ അഴിമതിയെന്ന് കോൺഗ്രസ്. സമൂഹമാധ്യമമായ എക്സിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വെബ്സൈറ്റിലെ രേഖകൾ പങ്കുവച്ച് ആരോപണം ഉന്നയിച്ചത്. ഹൈവേ നിർമ്മാണത്തിൽ മോദിയും ഗഡ്കരിയും നടത്തുന്ന അഴിമതിയുടെ വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കാമോ എന്ന ചോദ്യമുയർത്തിയാണ് കോൺഗ്രസിന്റെ നീക്കം. കോഴിക്കോട് അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗത്തെ പാതയുടെ നിർമ്മാണ കരാർ അദാനി എന്റർപ്രൈസസ് അഹമ്മദാബാദിലെ വാഗഡ് ഇൻഫ്ര പ്രോജക്ട്സിന് മറിച്ചു നൽകിയെന്നും ആരോപണത്തിലുണ്ട്. കിലോമീറ്ററിന് 45 കോടി രൂപയ്ക്ക് അനുവദിച്ച കരാർ 23.7 കോടി രൂപയ്ക്കാണ് അദാനി മറച്ചു നൽകിയതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. KR സാജു വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. സാജു, അതായത് അദാനിക്ക് നൽകിയ കരാർ അത് മറ്റൊരു ഉപകരാർ ഏൽപ്പിക്കുക വഴി, അതും കുറഞ്ഞ പൈസയ്ക്ക് ഉപകരാർ ഏൽപ്പിക്കുക വഴി വലിയ തരത്തിലുള്ള ഒരു അഴിമതി നടന്നു എന്നൊരു ആരോപണമാണോ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത്? ജിൽസി, അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്തെ ചില ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്നത്. കോൺഗ്രസിന്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലാണ്, KPCCയുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ചില രേഖകളുടെ പിന്തുണയുണ്ട്. അതിൽ പറയുന്ന കാര്യം, ഒന്ന്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കോഴിക്കോട് അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മിക്കാനായി കരാർ നൽകിയതിന്റെ രേഖ അതിൽ പങ്കുവെക്കുന്നുണ്ട്. അതുപ്രകാരം 1838.1 കോടി രൂപയ്ക്കാണ് അദാനി എന്റർപ്രൈസസിന് ആ റീച്ച് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അദാനി നേരിട്ടല്ല ഇത് നിർമ്മിക്കുന്നത്. അത് അഹമ്മദാബാദിലെ വാഗഡ് ഇൻഫ്ര പ്രൊജക്ട് എന്ന കമ്പനിക്ക് മറച്ചു നൽകിയിരിക്കുകയാണ്. ഈ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് അവർ ഏറ്റെടുത്തിരിക്കുന്നത് 971 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആയിട്ടാണ് എന്നാണ് ആ രേഖ കൂടി പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് 45 കോടി രൂപയ്ക്കാണ് അദാനിക്ക് കരാർ ലഭിച്ചിരിക്കുന്നത്. അതായത് 1838 കോടി വെച്ച് നോക്കുകയാണെങ്കിൽ 45 കോടി രൂപയോ 1 കിലോമീറ്ററിന് അദാനിക്ക് വരുന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ അദാനി അത് മറിച്ചു കൊടുക്കുമ്പോഴേക്കും 23.7 കോടി രൂപ മാത്രമാണ് 1 കിലോമീറ്ററിന് വരുന്നത്. അത്രയും വലിയ ഡിഫറൻസ് ഒരു സബ് കരാർ നൽകുമ്പോൾ സ്വാഭാവികമാണ്. സബ് കരാർ നൽകുമ്പോൾ ആദ്യം കരാർ എടുത്ത ആളുടെ ലാഭം കൂടിയൊക്കെ കണക്കാക്കിയിട്ടുള്ള തുകയ്ക്കാണ് നൽകുക. പക്ഷേ നിർമ്മാണ ചെലവിൽ ഇത്രയധികം 1 കിലോമീറ്ററിന് അന്തരം വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പണം മറ്റാർക്കൊക്കെയോ ലഭിക്കുന്നുണ്ട് ഇതിന്റെ വിഹിതം എന്ന കാര്യം ചൂണ്ടിക്കാണും. സ്വാഭാവികമായും ഈ 23.7 കോടിക്ക് 1 കിലോമീറ്ററിന് കരാറെടുത്ത കമ്പനിയും ആ തുകയ്ക്കായിരിക്കില്ല നിർമ്മിക്കുന്ന, അതിലും താത്തി നിർമ്മിച്ചുകൊണ്ട് അവരുടെ ലാഭം കൂടി കണക്കാക്കിയായിരിക്കും മുന്നോട്ട് പോകുക എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ അദാനിക്ക് കരാർ നൽകിയതിന് പിന്നിൽ ചില അഴിമതി ഉണ്ട്, ഈ പണം മറ്റെവിടേക്കോ പോകുന്നു എന്നാണ് വരികൾക്കിടയിലൂടെ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം എക്സ് അക്കൗണ്ടിൽ പറയുന്ന ഒരു കാര്യം, മോദിയും ഗഡ്കരിയും ലക്ഷക്കണക്കിന് കോടി രൂപയ്ക്ക് ഹൈവേ നിർമ്മിക്കുന്നതിലെ അഴിമതിയുടെ വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് അത് അദാനി ബന്ധമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ആരോപണമായി വേണം നമ്മൾ കണക്കാക്കാൻ. ജിൽസി.